ഹലോ ഗായ്സ്, വെൽക്കം ടു അമേരിക്കൻ മലയാളി. അമേരിക്കൻ മലയാളിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അമേരിക്കയിലെ പല തരത്തിലുള്ള വിസ പ്രോസസ്സിനെ കുറിച്ചും എങ്ങനെയൊക്കെ അമേരിക്കയിലേക്ക് ലീഗലായി വരാം എന്നതിനെ പറ്റിയുമാണ്. ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് ന്യൂസിലൊക്കെ വരുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് ആൾക്കാർ അമേരിക്കയിലേക്ക് ഇല്ലീഗലായി വന്നിട്ട് പിന്നീട് അവരെ ഡിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയ ട്രംപ് ഭരണകൂടം വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ അങ്ങനെ പല രാജ്യത്തേക്കുമായിട്ട് ഇങ്ങനെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പലരെയും അങ്ങനെ അയച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് ആൾക്കാർ ഏകദേശം നല്ലൊരു എമൗണ്ട് തന്നെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന, ഇല്ലീഗലായിട്ട് വരാൻ തന്നെ ഏകദേശം 1 കോടിയൊക്കെ കൊടുത്തിരിക്കുന്ന സ്റ്റോറികളൊക്കെ ന്യൂസിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രധാന കാരണം. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഇല്ലീഗലായിട്ട് അമേരിക്കയിലേക്ക് വരാൻ ശ്രമിക്കരുത്. അഥവാ നിങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളിവിടെ എത്ര നാൾ നിൽക്കുന്ന ഒരു ഗ്യാരണ്ടിയും ഇല്ല. കാരണം നിങ്ങൾ ഒരുപക്ഷെ ഇവിടെ വന്ന് ചേർന്നാൽ തന്നെ എന്തെങ്കിലും കാരണത്തിൽ ഏതെങ്കിലും ഒരു ചെക്കിങ്ങിലോ അല്ലെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ തിരിച്ച് ആ നാട്ടിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഏജൻറ്റിനൊക്കെ കൊടുത്തിരിക്കുന്ന പൈസയൊക്കെ നഷ്ടമാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അമേരിക്കയിലേക്ക് ഇല്ലീഗലായി വരാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ലീഗലായി വരാം, ഓക്കെ, ഏതൊക്കെ വിസ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചില കാറ്റഗറി ഓഫ് വിസ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ കൂടുതൽ റിസർച്ച് നടത്തിയിട്ട് നിങ്ങൾക്ക് ആ വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അമേരിക്ക പ്രധാനമായും 2 ടൈപ്പ് വിസ കാറ്റഗറിയാണ് ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നോൺ ഇമിഗ്രൻറ്റ്, പിന്നെ രണ്ടാമത്തത് ഇമിഗ്രൻറ്റ്. അപ്പോൾ ആദ്യമായി അമേരിക്കയിൽ വരുന്നവർ മിക്കവാറും വരുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ നോൺ ഇമിഗ്രൻറ്റ് കാറ്റഗറിയാണ്. നോൺ ഇമിഗ്രൻറ്റ് കാറ്റഗറിയിൽ വരുന്നത് ടെമ്പററി ആയിട്ട് അമേരിക്കയിൽ വരാനും ജോലി ചെയ്യാനും അതുകൂടാതെ ഇവിടുത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാൾ താമസിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവർക്കുള്ള ഒരു വിസയാണ് ഈ ഒരു നോൺ ഇമിഗ്രൻറ്റ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ അതിൽ തന്നെ പല കാറ്റഗറീസും ഉണ്ട്. അപ്പോൾ പ്രധാനമായും B1 B2 എന്ന കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ B1 B2, അതായത് B1 എന്ന് വെച്ചാൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്കൊരു കമ്പനിയുണ്ട്, അപ്പോൾ ആ കമ്പനി നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് മീറ്റിനോ അല്ലെങ്കിൽ അങ്ങനത്തെ കോൺഫറൻസിനോ നിങ്ങൾ അയക്കണമെങ്കിൽ B1 വിസയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ B1 വിസയുടെ കാലാവധി എന്ന് പറയുന്നത് 6 മന്ത് അല്ല 10 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് കിട്ടും വിസ. നിങ്ങൾ അപ്രൂവ് ആയി കഴിഞ്ഞാൽ 10 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് വിസ കിട്ടും. പക്ഷേ മാക്സിമം നിങ്ങൾക്ക് അമേരിക്കയിൽ 6 മന്ത് മാത്രമേ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഈ B1 വിസ. അതുപോലെ തന്നെ അതേ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് B2 വിസ. B2 വിസ എന്ന് വെച്ചാൽ ടൂറിസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മെഡിക്കൽ റീസൺ, അതായത് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അമേരിക്കയിൽ വരാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു വിസ എന്ന് പറയുന്നത് ഈ B2 വിസയാണ്. ഇത് പ്രധാനമായും ടൂറിസവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു അച്ഛനും അമ്മേനും നാട്ടിൽ കൊണ്ടുവരണം. അപ്പോൾ US ഒരാൾക്ക് അച്ഛനും അമ്മേനും അല്ലെങ്കിൽ അവരെ റിലേറ്റീവ്സിനെ ആരെങ്കിലും നാട്ടിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു B2 വിസ കാറ്റഗറിയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായും ടൂറിസവും അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അമേരിക്കയിൽ വരാൻ താല്പര്യമുള്ളവർക്കാണ് ഈ ഒരു വിസ ടൈപ്സ്. ഓക്കെ, ഈ ഒരു വിസ കാറ്റഗറിയും 10 ഇയേഴ്സ് ആണ്. നിങ്ങൾക്ക് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 10 ഇയേഴ്സ് വരെ കിട്ടും. പക്ഷേ എന്നിരുന്നാലും ഇതൊരു ടെമ്പററി വിസയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 6 മാസം മാക്സിമം വരെ അമേരിക്കയിൽ താമസിക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ തിരിച്ച് നാട്ടിൽ തന്നെ പോകേണ്ടി വരും. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കും. ഇത് 6 മാസം നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് തിരിച്ചു പോയിട്ട് പിന്നീട് 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് വിചാരിക്കരുത്. കാരണം അങ്ങനെ അതിനൊരു കൂൾ ഓഫ് പീരീഡ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഉടൻ പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പോർട്ട് ഓഫ് എൻട്രിയിൽ ചിലപ്പോൾ ഡിനേ ചെയ്ത് നിങ്ങൾ നാട്ടിലേക്ക് തന്നെ തിരിച്ച് അയക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം 6 മാസം താമസിച്ചാൽ പിന്നീട് ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നീട് ഈ ഒരു ടെമ്പററി വിസ കാറ്റഗറിയിൽ, അതായത് നോൺ ഇമിഗ്രൻറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യം, ഇത് നോൺ ഇമിഗ്രൻറ്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു ടെമ്പററി ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഏത് പർപ്പസിനാണ് അല്ലെങ്കിൽ ഏത് വിസ എടുത്തിട്ടാണ് വരുന്നത്, ആ വിസയുടെ കാലാവധി ഡ്യൂറേഷൻ അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് അമേരിക്കയിൽ താമസിക്കാൻ പറ്റുള്ളൂ. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. നിങ്ങളൊരു ഇമിഗ്രൻറ്റ് വിസയിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇമിഗ്രൻറ്റ് പീരീഡ്, അതായത് നിങ്ങളൊരു ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ
അങ്ങനത്തെ എന്തെങ്കിലും പെർമനൻറ്റ് റെസിഡൻസി കിട്ടിയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ ലോങ് ടൈം താമസിക്കാം. പക്ഷേ ആ ഒരു വിസ ആദ്യമായി അമേരിക്കയിൽ വരുന്നവർക്ക് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അങ്ങനെ ആ ഒരു വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഗ്രീൻ കാർഡിന് ഇപ്പോൾ സ്പോൺസർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയ ആൾക്കാർ ആരെങ്കിലും US സിറ്റിസൺ ആയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്രീൻ കാർഡ് സ്പോൺസർ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരാൻ പറ്റും. പക്ഷേ ആ ഒരു കാറ്റഗറി വെച്ചാൽ ആരെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലേറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വിസ കാറ്റഗറി അപ്ലൈ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമിഗ്രൻറ്റ് കാറ്റഗറിനെ കുറിച്ച് നമ്മൾ എന്തായാലും ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ കൂടി നമുക്ക് അതിനെ ഡീറ്റെയിൽ ആയി സംസാരിക്കാം. അപ്പോൾ ഇപ്പോൾ പ്രധാനമായും നമ്മൾ നോൺ ഇമിഗ്രൻറ്റ് കാറ്റഗറിയാണ് നോക്കുന്നുള്ളത്. അപ്പോൾ B1 വിസയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനിയുള്ളത് സ്റ്റുഡൻറ്റ് വിസയാണ്. അപ്പോൾ അമേരിക്കയിലേക്ക് സ്റ്റുഡൻ്റായിട്ട് വരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വരാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഒരു F1 അല്ലെങ്കിൽ J1 വിസ എന്ന് പറയുന്നത്. F1 എന്ന സ്റ്റുഡൻറ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു മാസ്റ്റേഴ്സ് ഇവിടെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകേണ്ട വിസയാണ് F1 വിസ. അപ്പോൾ ഈ F1 വിസ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് പ്രോഗ്രാം അനുസരിച്ച് നിങ്ങൾക്ക് ആ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിസയിൽ നാട്ടിൽ ഇവിടെ വരാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ പറയുന്നില്ല. അതായത് നിങ്ങളൊരു OPT അല്ലെങ്കിൽ CPT അങ്ങനത്തെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടെമ്പററി ആയിട്ടും വേണമെങ്കിൽ പഠിക്കുന്നതിനോടൊന്നിച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ പല അപ്രൂവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റുഡൻ്റായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു വിസയാണ് ഈ F1 അല്ലെങ്കിൽ J1 വിസ. പിന്നീട് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു വിസ എന്ന് പറയുന്നത് H1B ആണ്. H1B ഭയങ്കര ഫേമസ് ആണ് ഇപ്പോൾ നാട്ടിൽ. ഒരുപാട് പേർക്ക് H1Bനെ കുറിച്ച് അറിയാൻ. കാരണം H1Bയുടെ പല ന്യൂസുകളൊന്നും വന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ. അല്ലാതെ H1B അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ H1B വിസ റിജക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. H1B എന്ന് വെച്ചാലും ഇതും ഒരു ടെമ്പററി വിസയാണ്. അപ്പോൾ അതായത് ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. H1B വിസ എന്ന് വെച്ചാൽ നിങ്ങളെ ഒരു കമ്പനി സ്പോൺസർ ചെയ്തിരിക്കണം. നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിക്ക് നിങ്ങളെ US അയക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് വേണ്ടി H1B വിസ അപ്ലൈ ചെയ്യാം. ഇതൊരു ലെങ്തി പ്രോസസ്സാണ്. നിങ്ങൾക്ക് H1B വിസ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ടൈമിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു ഇയർ ടൈം എടുക്കും. കാരണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, അതായത് ഓരോ ഇയർലി ഒരു കോട്ടയുണ്ട്. അപ്പോൾ ഇയർലി 65,000 ആണ് H1B കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ 65,000 ആൾക്കാർ അപ്ലൈ ചെയ്ത് അതിൽ കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലോട്ടറി സിസ്റ്റം മാറി അതിൽ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇയർലി US 65,000 H1B വിസ കാറ്റഗറിയാണ് ഒരു ഇയർലി അലോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു 20,000 MS പഠിച്ചവർക്കുണ്ട്. അതൊരു സെപ്പറേറ്റ് കാറ്റഗറിയാണ്. പക്ഷേ H1Bനെ കുറിച്ച് പറയുകയാണെങ്കിൽ 65,000 ആണ് H1B വിസയുടെ ഒരു അലോട്ട്മെൻറ്റ്, അല്ലെങ്കിൽ അത്ര വിസ ഇയർലി കൊടുക്കും. അത് ആ ഒരു വിസ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ളവർക്കല്ല, അത് പൊതുവേ US മൊത്തത്തിൽ കൊടുക്കുന്നൊരു വിസയാണ്. അപ്പോൾ പൊതുവേ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് അധികവും ഈ ഒരു വിസ കാറ്റഗറി അപ്ലൈ ചെയ്യുന്നുള്ളത്. അപ്പോൾ H1B വിസ വേണമെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സ്പോൺസർ നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങളൊരു സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വിസ വഴി അമേരിക്കയിൽ വരാൻ സാധിക്കുകയുള്ളൂ. ഇതും ഒരു ടെമ്പററി വിസയാണ്. അതായത് ഒരു സ്പെസിഫിക് അസൈൻമെൻറ്റിന് വേണ്ടി മാത്രമാണ് H1B വിസ അപ്ലൈ ചെയ്യുന്നത്. അതുകൂടാതെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ H1B വിസ എല്ലാവർക്കും എലിജിബിൾ അല്ല. നിങ്ങളൊരാൾ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് സ്കിൽ സെറ്റ് ഉണ്ടായിരിക്കണം. അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയ ആൾക്കാരെ US കൊണ്ടുവരാനാണ് ഈ ഒരു H1B വിസ ഉപയോഗിക്കുന്നത്. പ്രധാനമായും IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒരു സ്പെഷ്യലൈസ്ഡ് സ്കിൽ അവർക്കുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്കില്ലിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ അവർക്ക് H1B വിസ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാറ്റഗറിയും 6 ഇയർ ടൈമാണ് ഡ്യൂറേഷൻ. നിങ്ങൾക്ക് ഇനീഷ്യലി ഈ വിസ അപ്രൂവ് ആയി കഴിഞ്ഞാൽ 3 years വരെ കിട്ടും. അതിനുശേഷം ഒരു അനദർ 3 more years കൂടി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. മാക്സിമം 6 years വരെ H1B വിസയിൽ നിങ്ങൾക്ക് US താമസിക്കാം. അതിനുശേഷം നിങ്ങൾ ഗ്രീൻ കാർഡിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനൊരു സ്റ്റേജ് ഉണ്ട്. I-140 എന്നൊരു സ്റ്റേജ് നിങ്ങൾക്ക് അപ്രൂവ് ആയി കഴിഞ്ഞാൽ അതിനുശേഷവും നിങ്ങൾക്ക് ആ ഒരു ഗ്രീൻ കാർഡ് കിട്ടുന്നവരെ താമസിക്കാം. അതാണ് ആൾക്കാർ അധികവും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ US ഗ്രീൻ കാർഡിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ H1B വിസയിൽ വന്നിട്ട് ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു ബാക്ക്ലോഗിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഗ്രീൻ കാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ കൂടി പറയാം. അതായത് എന്താണ് ഈ ഗ്രീൻ കാർഡ്, അങ്ങനത്തെ
അങ്ങനത്തെ ബാക്ക്ലോഗ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് വേറൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ മെയിനായിട്ട് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് B1 വിസയെ കുറിച്ചും H1B വിസയെ കുറിച്ചുമാണ്. പിന്നീട് പല സ്പെഷ്യലൈസ്ഡ് ആയ കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ O1 വിസ എന്ന് പറഞ്ഞാൽ വേറൊരു കാറ്റഗറിയാണ്. O1 വിസ എന്ന് വെച്ചാൽ നിങ്ങളൊരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമർ, അതായത് നിങ്ങൾക്കൊരു സ്പെഷ്യലൈസ്ഡ് സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ O1 വിസ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി പ്രൂവ് ചെയ്യണം. നിങ്ങൾ അത്ലറ്റിക്സിലായാലും അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസ് അങ്ങനത്തെ ഏതെങ്കിലും ഒരു മേഖലകളിൽ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ് ഈ ഒരു O1 വിസ എന്ന് പറയുന്നത്. പിന്നീട് ടെമ്പററി വിസ കാറ്റഗറിയിൽ വരുന്ന വേറൊരു വിസയാണ് L1 വിസ. L1 വിസയും H1Bയും ഓൾമോസ്റ്റ് സെയിം ആണ്. L1 വിസ എന്ന് പറഞ്ഞാൽ ഇന്റർ കമ്പനി ട്രാൻസ്ഫർ ആണ്. അതായത് US-ൽ, അതായത് ഇന്ത്യയിലുള്ള ഒരു കമ്പനി അവരുടെ ബ്രാഞ്ച് ആയ US-ലേക്ക് അതായത് ഈ കമ്പനിയുടെ US ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരാം. ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ. ഇന്ത്യയിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതേ കമ്പനിയിൽ തന്നെ US-ലും നിങ്ങൾക്ക് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ ആയി വരുന്നതിനുള്ള ഒരു വിസയാണ് ഈ L1 വിസ എന്ന് പറയുന്നത്. അപ്പോൾ L1 വിസ, L1 L2 പറഞ്ഞാൽ മാനേജറൽ കാറ്റഗറിയാണ് പൊതുവേ ആൾക്കാർ ഉപയോഗിക്കുന്നുള്ളത്. അതായത് നിങ്ങളൊരു മാനേജർ റോളിൽ, അതായത് ഒരു ഡയറക്ടർ ലെവൽ അല്ലെങ്കിൽ ഒരു മാനേജർ റോളിൽ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളൊരു ടെക്നിക്കൽ മേഖലയിലല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് L1 വിസ ഉപയോഗിച്ച് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ വഴി നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് വരാവുന്നതാണ്. പക്ഷേ ഇതിലും നിങ്ങൾക്ക് കമ്പനി സ്പോൺസർ ചെയ്തിരിക്കണം, അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു L1 വിസ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോൺ ഇമിഗ്രൻ്റ് വിസ എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ വേറെ പല കാറ്റഗറീസും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പ്രധാനമായി ഈ ഒരു കാറ്റഗറി, ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ കാറ്റഗറിയിലും നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലീഗലായി വിസ അപ്രൂവ് ചെയ്തതിന് ശേഷം അമേരിക്കയിലേക്ക് വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാനെന്ന് ഉദ്ദേശിച്ച കാര്യം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയി അറിയിക്കുക. നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും റെസ്പോൺസ് തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.